ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാസയെ പറ്റിയിട്ടാണ്. നാസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ ഫുൾ ഫോമായിട്ട് വരുന്നത്. നാസ ഫോം ചെയ്തിട്ടുള്ളത് 1958 ജൂലൈ 29 നാസ ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വാഷിങ്ടൺ DC-യിലാണ്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഏജൻസീസ് ആണ് ജിം ബ്രിൻഡൻസൺ, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ജിം ബ്രൈഡൻസ്റ്റീൻ, ആൻഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഷാന ഡെയിൽ. ഇവർ രണ്ടുപേരുമാണ് ഏജൻസി എക്സിക്യൂട്ടീവ്സ്. ബഹിരാകാശ പഠന പര്യവേഷണങ്ങൾക്കായി സ്ഥാപിച്ച ഒരു US ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാസ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് നാസ. നാസയുടെ എയർക്രാഫ്റ്റുകളാണ് B-57 കാൻബറ. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ഗവേഷണത്തിനും സ്പേസ് ഷട്ടിൽ നിരീക്ഷണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് B-57 കാൻബറ. അടുത്തത് KC-135 സ്ട്രറ്റോ ടാങ്കർ. അത് ഗ്രാവിറ്റി റിസർച്ച് പ്രോഗ്രാമിനായിട്ട് 1973 തൊട്ട് 2004 വരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ്. മൂന്നാമത് വന്നിട്ട് P-3 ഓറിയോൺ. എർത്ത് സയൻസ് റിസർച്ച് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നതാണ് P-3 ഓറിയോൺ എന്ന് പറയുന്നത്. ഈ 3 എണ്ണമാണ് നാസയുടെ എയർക്രാഫ്റ്റുകൾ. ഇനി നാസയുടെ കുറച്ച് പ്രോജക്ട്സുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ പ്രോജക്റ്റാണ് പ്രോജക്റ്റ് മെർക്കുറി. 1958 നിലവിൽ വരുന്ന പ്രോജക്റ്റാണ് പ്രോജക്റ്റ് മെർക്കുറി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന അമേരിക്കയുടെ ആദ്യത്തെ സംരംഭമാണ് പ്രോജക്റ്റ് മെർക്കുറി എന്ന് പറയുന്നത്. 1961 മെയ് 5 ഫ്രീഡം 7 എന്ന ഉപപരിക്രമണ ബഹിരാകാശ പേടകം പറപ്പിച്ചുകൊണ്ട് അലൻ ഷെപ്പാർഡ് ആദ്യ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാവുന്നത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീട് 1962 ഫ്രണ്ട്ഷിപ്പ് 7 എന്ന പേടകത്തിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ അമേരിക്കൻ എന്ന ബഹുമതി കിട്ടുന്നത് ജോൺ ക്ലെയിന് കൂടിയാണ്. 5.25 മണിക്കൂറാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ജെമിനി. പ്രൊജക്റ്റ് മെർക്കുറിയുടെ വിജയകരമായതിനു ശേഷം ചന്ദ്രനിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നാസ പുറത്തിറക്കിയ പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ജെമിനി എന്ന് പറയുന്നത്. അതിനായിട്ട് 10ഓളം ദീർഘസമയ ബഹിരാകാശ യാത്രകൾ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തേത് 1965 മാർച്ച് 23 ഗസ് ഗ്രിസോം, ജോൺ യങ് എന്നിവരെയും കൊണ്ട് പറന്ന ജെമിനി 3 ആയിരുന്നു. ഇനി മൂന്നാമത്തേതാണ് നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള അപ്പോളോ പ്രോഗ്രാം. മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യമാണ് അപ്പോളോ 11 എന്ന് പറയുന്നത്. 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു 3 പേരാണ് അതിലുണ്ടായിരുന്ന യാത്രക്കാരെന്ന് പറയുന്നത്. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് 1969 ജൂലൈ 21 തൊട്ട് നമ്മൾ ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി അടുത്തതാണ് സ്കൈലാബ്. ഭൂപരിക്രമണ പഥത്തിലേക്ക് അയച്ച ആദ്യ അമേരിക്കൻ സ്പേസ് സ്റ്റേഷനാണ് സ്കൈലാബ് എന്ന് പറയുന്നത്. 75 ടൺ ഭാരമുള്ള ഈ സ്പേസ് സ്റ്റേഷൻ 1973 മുതൽ 1979 വരെ പ്രവർത്തനത്തിനുണ്ടായിരുന്നു. അത് 1973 തൊട്ട് 1974 ബഹിരാകാശ സഞ്ചാരികൾ ഇതിൽ സന്ദർശിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ഈ ഒരു സ്കൈലാബിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം. 1970-80 കാലങ്ങളിൽ സ്പേസ് ഷട്ടിൽ എന്ന ആശയത്തിൽ നാസ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1985 4 സ്പേസ് ഷട്ടിൽ നിർമ്മിക്കാനും നാസയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായിട്ട് വീണ്ടും വിക്ഷേപിക്കുന്ന ബഹിരാകാശ വാഹനങ്ങളാണ് സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിക്ഷേപിക്കാൻ വേണ്ടി പറ്റും. 1981 ഏപ്രിൽ 12 ആദ്യ സ്പേസ് ഷട്ടിലായിട്ടുള്ള
കൊളംബോയുടെ വിക്ഷേപം ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് 1986 ചലഞ്ചർ എന്ന് പറയുന്ന ഒരെണ്ണം വിക്ഷേപിച്ചെങ്കിലും അത് ദുരന്തത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഭൂമിക്ക് വളരെ അടുത്ത ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, അതായത് ISS എന്ന് പറയുന്നത്. 1998 ഈ നിലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളും സംയോജിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഈ നിലയം 386.24 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയും 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും മൈക്രോഗ്രാവിറ്റിയിൽ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ISS നിർമ്മിച്ചിട്ടുള്ളത്. 16 രാഷ്ട്രങ്ങളാണ് ഈ ISSന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.